Triangle division. See this picture. Here you can see a triangle. Let's name this triangle ABC. Okay, so this is A, this is B, and this is C. In this triangle ABC, AB is the base or bottom side. Okay, AB യെ നമുക്ക് base എന്ന് പറയാം, അല്ലെങ്കിൽ bottom side എന്നും പറയാം. Okay, and here C is the third vertex or top vertex of triangle ABC. Okay, suppose the length of base of this triangle, that is AB, is equal to 6 centimeter. Okay, the height of this triangle, അതായത് top vertexൽ നിന്ന് bottom sideലേക്ക് വരയ്ക്കുന്ന perpendicular ആണ് triangleന്റെ height. അത് ഈ വരച്ചിരിക്കുന്ന ലൈനാണ്. അതിന്റെ ലെങ്ത് 4 centimeter ആണെന്ന് എടുക്കാം. Okay, so here we can see a triangle ABC with the length of bottom side, that is base, 6 centimeter and height 4 centimeter. Okay, അപ്പോൾ നമുക്കറിയാം ബേസിന്റെ ലെങ്ത്തും ഹൈറ്റും അറിയാമെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുല ഓർക്കുക, ഹാഫ് BH. സോ ഇവിടെ നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് കൂടി പഠിക്കുകയാണ്. സോ ആ റിസൾട്ടിലേക്ക് പോകാം. നമുക്ക് ഈ സെയിം ട്രയാങ്കിൾ തന്നെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, സോ ഞാനിവിടെ ആ സെയിം ട്രയാങ്കിൾ ഒന്നും കൂടെ വരച്ചിട്ടുണ്ട്. സോ ABC, ഓക്കെ, നമുക്കറിയാം AB ബോട്ടം സൈഡ്, ദാറ്റ് ഈസ് ബേസിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണെന്നും ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണെന്നും അറിയാം. ഇവിടെ ഞാൻ ഈ ബോട്ടം സൈഡ് ബേസിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ബേസിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്താൽ ഈ സിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആവില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്, കുത്തനെയുള്ള വരയാണ്, 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരയാണ് ഹൈറ്റ്. ഇവിടെ ഞാൻ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് പെർപെൻഡിക്കുലർ അല്ല വരയ്ക്കുന്നത്, ചെരിച്ചൊരു വരയാണ് വരയ്ക്കുന്നത്. കാരണം ഈ മിഡ് പോയിന്റിലേക്ക് സിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ കിട്ടില്ല, ചെരിച്ച് തന്നെ വരയ്ക്കണം. സോ അതിന്റെ ഹൈറ്റ് അല്ല, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ല. അപ്പൊ നമുക്കറിയാം ഈ ബോട്ടം സൈഡിൽ മാർക്ക് ചെയ്ത പോയിന്റ് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഈക്വൽ ആയിട്ട് ഈ പോയിന്റ് AB യെ ഡിവൈഡ് ചെയ്യും. സോ ABയുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. സോ ഇത്രയും 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇത്രയും 3 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ബോട്ടം സൈഡിനെ ഈക്വൽ ആയിട്ട് ഈ ഒരു ലൈൻ ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ ഒരു ലൈന് ഞാൻ ഈ പോയിന്റിന് D എന്ന് പേര് കൊടുക്കുകയാണ്. So you can see that the line CD divides the bottom side equally. Okay, so the same line divides the triangle into two triangles. ABC എന്ന ട്രയാങ്കിളിനെ ആ ലൈൻ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ ADCയും വരുന്നുണ്ട്, ട്രയാങ്കിൾ CDBയും വരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബോട്ടം സൈഡിന് ഈക്വൽ ആയിട്ട് ആ ലൈൻ ഡിവൈഡ് ചെയ്തു എന്ന് കണ്ടു. അതേപോലെ തന്നെ ആ ലൈൻ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയതായിട്ടും നമ്മൾ കണ്ടു. ആ ട്രയാങ്കിൾസിന്റെ ഏരിയ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ആ രണ്ട് ട്രയാങ്കിൾസിനെയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC, അതായത് യെല്ലോ കളറിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല അറിയാം, ഹാഫ് BH ആണ്. സോ ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് ബേസ് ഓഫ് ദാറ്റ് ട്രയാങ്കിൾ? 3 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ഹൈറ്റ് എന്തായാലും, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്തായാലും മാറില്ല. കാരണം നമുക്കറിയാം ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അത് 4 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, സോ 4. Half of 4 is 2. So 2 into 3, 6 centimeter square ആണ്
യെല്ലോ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി ആ ഗ്രീൻ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC, that is the green triangle. Okay, same formula, half BH, half into what is the base, 3 cm ആണ്, height 4 തന്നെയാണ്, half of 4 that is 2, 2 into 3 that is 6, അല്ലെങ്കിൽ half of 12 എന്ന് എടുത്താലും മതി. 3 into 4 12, half of 12 6 cm square. ഇവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? ബോട്ടം സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻ ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയയിലും ഡിവൈഡ് ചെയ്യുന്നു. Okay, so that is, we can say that the line joining one vertex of the triangle to the midpoint of the opposite side divides it into two equal triangles. 6 cm ബേസും 4 cm ഹൈറ്റും ഉള്ള സെയിം ട്രയാങ്കിൾ നമുക്ക് ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തത് ഈ ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് വരച്ചത്. സോ നമ്മൾ കണ്ടു ബോട്ടം സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഏരിയയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന്. ഇവിടെ ഞാൻ ഇനി ആ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. So that is, let's suppose the top vertex is joined to some other point of the bottom side. So let us mark the point here. Okay, so bottom side length നമുക്ക് അറിയാം 6 cm ആണ്. ഇവിടെ ഈ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് ഇത്രയും ഭാഗം 2 cm ഇത്രയും ഭാഗം 4 cm ആണ്. ഓക്കെ, ടോട്ടൽ 6 cm. അതായത് ആദ്യത്തെ ഭാഗത്തിന്റെ ഡബിൾ ആണ് രണ്ടാമത്തെ ഭാഗം. ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ നമുക്ക് പറയാം ബോട്ടം സൈഡിനെ രണ്ട് പാർട്ടാക്കി മാറ്റുന്നു. 2 cm 4 cm ആക്കി മാറ്റുന്നു. ആ ലൈൻ ആ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ABCനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ടും മാറ്റും. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ പോയിന്റിന് ഞാൻ D എന്ന് കൊടുക്കുകയാണ്. സോ രണ്ട് ട്രയാങ്കിൾ വന്നു, ട്രയാങ്കിൾ ADCയും ട്രയാങ്കിൾ BDCയും. ഈ രണ്ടിന്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC സെയിം ഫോർമുലയാണ്, ഹാഫ് BH. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2. ഹൈറ്റ് മാറുന്നില്ല, 4 തന്നെ. ഓക്കെ, സോ ഹാഫ് ഓഫ് 2 into 4 8, ഹാഫ് ഓഫ് 8 4 cm സ്ക്വയർ ആണ് ഇപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ പോർഷന്റെ ഏരിയ. ഇനി ഞാൻ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC, ഹാഫ് BH ഫോർമുല, ഹാഫ് ഇൻറ്റു ബേസിന്റെ ലെങ്ത് 4 ആണ്, ഹൈറ്റും 4 ആണ്. സോ ഹാഫ് ഇൻറ്റു 4 into 4 16, ഹാഫ് ഓഫ് 16 8 cm സ്ക്വയർ. അപ്പൊ ഈ ഭാഗത്തെ ഏരിയ 4 cm സ്ക്വയർ, ഈ ഭാഗത്തെ ഏരിയ 8 cm സ്ക്വയർ. ബോട്ടം സൈഡ് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഒരു ബോട്ടം സൈഡിന്റെ ഡബിൾ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ്. ഓക്കെ, അപ്പൊ ഏരിയയിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ കണ്ടത്? ആ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഡബിൾ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ. സോ ഇവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് ഒരു ലൈൻ ബോട്ടം സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിൽ തന്നെയാണ് ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാം വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ടു 4 ആണ്. അപ്പൊ എങ്ങനെ എഴുതും റേഷ്യോ? 2:4. റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ 2:4 ഇനിയും സിംപ്ലിഫൈ ചെയ്യണം. 2ഉം 4ഉം നമുക്ക് 2വിന്റെ ടേബിളിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കാണാം.
Okay, that means 2 is the factor of 2 and 4. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. 2ഉം 4ഉം 2ന്റെ ടേബിളിലുണ്ട്. സോ ഈ രണ്ട് നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ ദിസ് ഇസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ബോട്ടം സൈഡ്. നൗ ലെറ്റ്സ് സീ ദ റേഷ്യോ ഓഫ് ഏരിയാസ്. ഓക്കെ, സോ ആദ്യത്തെ 2 സെന്റിമീറ്റർ ആണ് നമ്മൾ ആദ്യം എഴുതിയത്. സോ അത് ബേസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയ 4 ആണ്. റേഷ്യോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. ഈസ് ടു എന്ന് നമ്മൾ വായിക്കും. 4 സെന്റിമീറ്റർ, രണ്ടാമത് എഴുതിയ 4 സെന്റിമീറ്റർ ബേസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയ 8 ആണ്. 4:8. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 4ഉം 8ഉം 2ന്റെ ടേബിളിലുമുണ്ട്, 4ന്റെ ടേബിളിലുമുണ്ട്. സോ ഏറ്റവും വലിയ നമ്പർ അതിനെ കൺസിഡർ ചെയ്യാം 4. ഈ രണ്ട് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇവിടെ നോക്കൂ, രണ്ടും ഒരേ റേഷ്യോയിലാണ്. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന റിസൾട്ട്. സോ ലെറ്റ്സ് സീ ദ റിസൾട്ട് 2 ഓഫ് ദിസ് ചാപ്റ്റർ. Result 2. A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. ഇപ്പൊ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഞാൻ നേരത്തെ തന്ന എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങൾ എഴുതണ്ട. ഈ റിസൾട്ട് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഈ റിസൾട്ട് എഴുതി വെക്കുക. റിസൾട്ട് 2. A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആ ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ഏരിയയും ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഇത് XY ആണെങ്കിൽ ഈ റേഷ്യോ ഓഫ് ഏരിയാസും എന്തായിരിക്കും? X:Y തന്നെ ആയിരിക്കും. ബോട്ടം സൈഡിന്റെ റേഷ്യോ X:Y തന്നെ, ഏരിയയുടെ റേഷ്യോയും X:Y തന്നെ ആയിരിക്കും. അതാണ് റിസൾട്ട് 2 പറയുന്നത്. A line from the vertex of a triangle divides the lengths of the opposite side and the area of the triangle in the same ratio. റിസൾട്ട് 2 ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിലേക്ക് പോകാം. ആദ്യമായിട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21, ക്വസ്റ്റ്യൻ നമ്പർ 6. You can see a figure here. In the figure, the diagonals of a quadrilateral split it into 4 triangles. The areas of 3 of them are shown in the picture. Calculate the area of the whole quadrilateral. ഇവിടെ ഒരു quadrilateral തന്നിട്ടുണ്ട്, 4-sided polygon. അതിന്റെ 2 ഡയഗണൽസ് തന്നിട്ടുണ്ട്. ഈ 2 ഡയഗണൽസും ഈ ക്വാഡ്രിലാറ്ററലിനെ 4 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. സോ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണണമെങ്കിൽ ഈ 4ാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. Okay, so first let us name this quadrilateral ABCD. ഇത് A എന്ന് എടുക്കാം, this is B and this is C and this is D. Okay, so ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസൾട്ട് 2 ആണ്. A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. അപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ക്വാഡ്രിലാറ്ററൽ ആണ്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിനെ ഒരു ഡയഗണൽ ഉപയോഗിച്ച് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാമെന്ന്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 ഡയഗണൽസ് വരച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗണൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ലെറ്റ് us കൺസിഡർ ദ ഡയഗണൽ AC. AC എന്ന ഡയഗണൽ മാത്രം ഇപ്പോൾ കൺസിഡർ ചെയ്യും. സോ AC എന്ന ഡയഗണൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ട്രയാങ്കിൾസ് ആയി ഈ ക്വാഡ്രിലാറ്ററൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABCയും
triangle ACD. Okay, so let us consider two triangles. ഒരു ഡയഗണൽ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്തത്. എ സി എന്ന ഡയഗണൽ കൺസിഡർ ചെയ്തപ്പോൾ ഈ താഴത്തെ ഭാഗം ഒരു ട്രയാങ്കിളും എ ബി സി, മുകളിലത്തെ ഭാഗം രണ്ടാമത്തെ ട്രയാങ്കിൾ എ ഡി സി. സോ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ഇവിടെ ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ എ ബി സി ഞാൻ സൈഡിൽ എഴുതി വെക്കാം. ട്രയാങ്കിൾ എ ബി സിയില് വരുന്നത് റെഡും ഗ്രീനുമാണ്. ഓക്കെ, ട്രയാങ്കിൾ എ ഡി സിയിൽ വരുന്നത് ബ്ലൂ യെല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് റെഡിന്റെ ഏരിയ അറിയില്ല. സോ തൽക്കാലം ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ട്രയാങ്കിൾ എ ഡി സിയിൽ നിന്ന് തുടങ്ങാം. കാരണം ട്രയാങ്കിൾ എ ഡി സിയുടെ ഏരിയ നമുക്ക് കാണാൻ എളുപ്പമാണ്. കാരണം രണ്ട് ഭാഗത്തിന്റെ ഏരിയ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ലെറ്റ് us consider triangle ADC first. Okay, so ഇവിടെ ADC എന്ന ട്രയാങ്കിളിൽ AC ആണ് നമ്മൾ ബോട്ടം സൈഡ് ആയിട്ട് എടുക്കുന്നത്, ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ ടോപ്പ് വേർട്ടെക്സ് എന്ന് പറയുന്നത് അപ്പോൾ D ആണ്. അവിടെ നിന്ന് ബോട്ടം സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ പോയിന്റിന് ഞാൻ E എന്ന് പേര് കൊടുക്കും. Okay, so in this triangle ADC, a line DE is drawn from D, the top vertex D to AC. AC എന്ന ലൈനിലേക്ക് ബോട്ടം സൈഡിലേക്ക് വരച്ചിരിക്കുന്നു. സോ നമ്മൾ റിസൾട്ട് 2 എന്താണ് പഠിച്ചത്? DE എന്ന ലൈൻ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെയാണ് ഏരിയയും ഡിവൈഡ് ചെയ്യുന്നതെന്ന്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? DE എന്ന ലൈൻ AE EC ആയിട്ട്. അപ്പൊ റേഷ്യോ എങ്ങനെ എഴുതും? AE ഈസ് ടു EC. ഓക്കെ, ഞാൻ ബോട്ടം സൈഡിന്റെ ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് എഴുതിയത്. AE ഈസ് ടു EC. അപ്പോൾ ഏരിയനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? AE ബോട്ടം സൈഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ, അത് ബ്ലൂ ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ്, നമുക്കിവിടെ കളർ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബ്ലൂ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ പേര് കൊടുക്കാം AED. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ പേര് കൊടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AED ഈസ് ടു ഏരിയ ഓഫ് അടുത്തത് ട്രയാങ്കിൾ ഈ യെല്ലോ ട്രയാങ്കിൾ CED. ഓക്കെ, അപ്പൊ AE ഈസ് ടു EC എത്രയാ നമുക്ക് അറിയില്ല, കാരണം ഇതിന്റെ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ വെക്കാം. AE ഈസ് ടു EC is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ AED, ആ ബ്ലൂ ട്രയാങ്കിൾ ആണ്, അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 60 എന്ന്. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ AEDക്ക് താഴെ 60 എന്ന് എഴുതാം. ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CED യെല്ലോ പോർഷൻ ആണ്. സോ അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 30. അപ്പൊ 30. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണം എഴുതാൻ. സോ ദാറ്റ് ഈസ് എന്നുള്ളതിന് IE എന്ന് എഴുതി ഒരു കുത്തിട കോമയിട, അത് വായിക്കേണ്ടത് ദാറ്റ് ഈസ് എന്നാണ്. AE ഈസ് ടു EC is equal to, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 60യും 30യും ഏതിന്റെ ടേബിളിലാണ് വരിക എന്ന് നോക്കുക. അപ്പൊ അതിനു മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 60യും 30യും 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് ഈ രണ്ട് നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 60യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും, ഈസ് ടു 30യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. എഗെയിൻ നമുക്ക് 6:3 എന്നുള്ളതിൽ 6ഉം 3യും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. വീണ്ടും നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ AE ഈസ് ടു EC എങ്ങനെ എഴുതാം? 6നെയും 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈസ് ടു 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. സോ ഈ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. അതിന്റെ മീനിങ് ഇത് 2ഉം ഇത് 1ഉം ആണെന്നല്ല, റേഷ്യോ ആണ് 2:1. സോ 2:1 എന്ന റേഷ്യോയിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടത് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. അവിടുത്തെ ബോട്ടം AC തന്നെയാണ്. ഓക്കെ, ആ ബോട്ടം സൈഡിനെ BE എന്ന ലൈൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്? AE ഈസ് ടു EC നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു 2:1 എന്ന്.
അതുപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ ABC, ഇനി ഞാൻ താഴത്തെ ട്രയാങ്കിൾ എടുക്കുകയാണ്. ആ ട്രയാങ്കിളിലുള്ളതാണ് നമ്മുടെ റെഡ് പോർഷൻ, റെഡ് ട്രയാങ്കിൾ. അതിന്റെ ഏരിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് കാണാം ബോട്ടം സൈഡ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ ഡയഗണൽ AC തന്നെയാണ് എടുക്കുന്നത്. സോ ദ ലൈൻ BE is drawn from B to AC. Okay, therefore by using result 2 നമുക്ക് എങ്ങനെ എഴുതാം? ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ അതെന്താണ്? AE is to EC. AE is to EC is equal to, it's same as the area of the triangles. Okay, so AE ആണ് ഞാൻ ആദ്യം എഴുതിയത്. So AE bottom വരുന്ന triangle, that is the red triangle. So area of triangle AEB is to area of triangle, a green triangle CEB. AE is to EC എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. 2:1. So AE is to EC യുടെ താഴെ നമുക്ക് 2:1 എന്ന് എഴുതാം. That is equal to റെഡ് ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ AEB. അതിന്റെ ഏരിയ നമുക്ക് അറിയില്ല. സോ അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CEB ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഗ്രീൻ ട്രയാങ്കിളിന്റെ ഏരിയ 40 ആണെന്ന് തന്നിട്ടുണ്ട്. സോ രണ്ട് റേഷ്യോസ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. രണ്ട് റേഷ്യോസ് ഈക്വൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അറ്റത്തുള്ള രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം, നടുവിലുള്ള രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 2 അറ്റത്തുള്ള രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 40 വരുന്നു. ഇസ് ഈക്വൽ ടു നടുവിലത്തെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഈക്വൽ റേഷ്യോസ് ആണെങ്കിൽ രണ്ട് എൻസിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും നടുവിലത്തെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ 2 into 40 80. 80 is equal to 1 into area of triangle AEB. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയാണ്. സോ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് കിട്ടി ട്രയാങ്കിൾ AEB എന്ന് പറയുന്നത് റെഡ് ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ ഏരിയ ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അത് നമുക്ക് ഇവിടെ കിട്ടി. Therefore area of triangle AEB, that is our red triangle, is equal to 80 യൂണിറ്റ് എഴുതണം സെന്റിമീറ്റർ സ്ക്വയർ. സോ നമുക്ക് ചിത്രത്തില് ആ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ എഴുതാം 80 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ആ ഹോൾ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണാൻ ഈസിയാണ്. നമുക്ക് ആ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞു. സോ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്യുമ്പോൾ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. Therefore area of quadrilateral is equal to blue triangle area 60 plus yellow triangle area 30 plus red triangle area 80 plus green triangle area 40. 4 triangles area add ചെയ്യുന്നു. 60 plus 30 90, 90 plus 80 170, 170 plus 40 210. 210 centimeter square ആണ് ആൻസർ. Next problem, textbook question number 7, page number 21. In this picture, the horizontal lines at the top and bottom are parallel. Look at the figure. You can see two lines, a blue line and a green line. It is given that they are parallel. Okay. Prove that the yellow and red triangles are of the same area. ഈ ചിത്രത്തിൽ കാണുന്ന യെല്ലോ ട്രയാങ്കിളിന്റെയും റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് തന്നതുകൊണ്ട് തന്നെ ലെറ്റ് us യൂസ് റിസൾട്ട് 1. എപ്പോഴും പാരലൽ ലൈൻസും ട്രയാങ്കിൾസും തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് 1ഉമായിട്ട് കണക്ട് ചെയ്യും. സോ വാട്ട് ഇസ് അവർ റിസൾട്ട് 1? ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. Triangles with the same base and third vertex on a line parallel to the base have the same area. ഇതാണ് നമ്മൾ
ഫസ്റ്റ് റിസൾട്ടിൽ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ട്രയാങ്കിൾസിന് ആദ്യം പേര് കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ് ദിസ് പോയിന്റ് എ and let this point be B. Okay, let's take this point C and this point D. Okay, and here we have the point, let's call that point E. So here the yellow triangle is triangle AEC, and red triangle is triangle BED. Here we have to prove area of triangle AEC equal to area of triangle BED. Okay, so അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ പാരലൽ ലൈൻസിന്റെ കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. നമുക്കറിയാം triangles with the same base and third vertices on a line parallel to the base have the same area. So ഇവിടെ ഒരേ ബേസ് ഉള്ള നമുക്കിവിടെ CD ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ വേർട്ടെക്സ് അതിന്റെ പാരലൽ ആയിട്ടുള്ള ലൈനിൽ വേണമെങ്കിൽ we can see two points are there on the line parallel to the base CD. A ഉണ്ട് B ഉണ്ട്. സോ ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾസിനായിരിക്കും ഈക്വൽ ഏരിയ വരിക? ട്രയാങ്കിൾ ACD ആൻഡ് ട്രയാങ്കിൾ BCD. ചിത്രം കാണുന്നുണ്ടല്ലോ. ആദ്യത്തെ ട്രയാങ്കിൾ ACDയിൽ ഈ യെല്ലോ പോർഷനും വരും, പിന്നെ ഷെയ്ഡ് ചെയ്യാത്ത ഒരു വൈറ്റ് പോർഷനും വരുന്നുണ്ട്. ആ ട്രയാങ്കിളിനും അതുപോലെ ട്രയാങ്കിൾ BCD ആ റെഡ് പോർഷനും അല്ലാത്ത ആ ഒരു ഷെയ്ഡ് ചെയ്യാത്ത വൈറ്റും കൂടെ വരുന്നതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. Okay, so this is triangle ACD. അതുപോലെ നിങ്ങൾക്ക് കാണാം ട്രയാങ്കിൾ BCD. ഇവിടെ ട്രയാങ്കിൾ BCD. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് എഴുതാം സിൻസ് ട്രയാങ്കിൾസ്, നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. റിസൾട്ട് 1, ട്രയാങ്കിൾസ് with the same base and third vertex on a line parallel. You can use this symbol to write parallel to the base have the same area of triangle ACD, CD base ആക്കി എടുക്കുന്നു, is equal to area of triangle BCD. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലും നമുക്ക് കാണാം ഈ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്. ദാറ്റ് ഇസ് ട്രയാങ്കിൾ CED അതിൽ രണ്ടിലും കോമൺ ആണ്. ഓക്കെ, സോ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് ആക്ച്വലി ഈ യെല്ലോയും വൈറ്റും കൂടെ കൂടുന്നതാണ്. ഓക്കെ, സോ ഏരിയ ഓഫ്, ഞാൻ യെല്ലോ എന്ന് എഴുതുകയാണ് ബിക്കോസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞത് പ്രൂവ് ദാറ്റ് യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾ എന്നാണ്. അതുകൊണ്ടാണ് ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ആ ഷെയ്ഡ് ചെയ്യാത്ത ട്രയാങ്കിൾ, അതിന് ഞാൻ പേര് കൊടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ CED is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD എന്ന് പറയുന്നത് ഈ റെഡ് പോർഷനും വൈറ്റും കൂടെ കൂടുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഈക്വൽ ടു ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CED. Area of yellow triangle plus area of triangle CED is equal to area of red triangle plus area of triangle CED. Area of triangle CED ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിളിന് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇംപ്ലൈസ്
area of yellow triangle is equal to area of red triangle. Clear ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ. x plus 2 is equal to y plus 2 ആണെങ്കിൽ x equal to y ആയിരിക്കും. കാരണം ലെഫ്റ്റ് സൈഡിൽ 2 ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലും 2 ആഡ് ചെയ്യുന്നു. എന്തെങ്കിലും വാല്യൂല് ഡിഫറൻസ് വരുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഇ ഡി ആഡ് ചെയ്യുന്നു, ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഇ ഡി ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ തന്നെ ആയിരിക്കില്ലേ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിളും? അതാണ് ഇവിടെ എഴുതിയത്. ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. Next problem, textbook page number 22, question number 8. In the figure, the diagonals of a trapezium split it into 4 triangles. The area of the yellow triangle is 10 square centimeters and the area of the green triangle is 20 square centimeters. What is the area of the whole trapezium? ഇവിടെ ഒരു quadrilateral തന്നിട്ടുണ്ട്. അത് എന്ത് quadrilateral ആണ് തന്നിരിക്കുന്നത്? trapezium ആണ് തന്നിരിക്കുന്നത്. So we know that trapeziumത്തിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദിസ് ടു സൈഡ്സ് ആർ പാരലൽ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടിരുന്നു. നേരത്തെ 7th ക്വസ്റ്റ്യനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയ്ക്ക് വരുന്ന ഈ രീതിയിൽ വരുന്ന യെല്ലോ ട്രയാങ്കിളിന്റെയും റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ കണ്ടതാണ്. നമ്മൾ ഈ യെല്ലോയും ഗ്രീനുമായിട്ടുള്ള വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, റെഡും ഗ്രീനുമായിട്ടുള്ള വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അത് രണ്ടിനും ഈക്വൽ ഏരിയ ആണ്. ബിക്കോസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഇൻ ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അവിടെ ഗ്രീൻ പോർഷൻ ഇസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾസ്. സോ ദ യെല്ലോ പോർഷൻ ഇസ് ഈക്വൽ ടു ദ റെഡ് പോർഷൻ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ ട്രയാങ്കിളിന്റെ യെല്ലോ ട്രയാങ്കിളിന്റെയും ഈ റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. സോ അതിനു മുമ്പ് നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന് ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി. എ ബി, ദിസ് ഇസ് സി ആൻഡ് ദിസ് ഇസ് ഡി. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ പേര് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേര് കൊടുത്ത് തന്നെ ചെയ്യും. ഓക്കെ, സോ ഇതൊരു ട്രപ്പീസിയം ആയതുകൊണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 7 ഫിഗർ ഒന്നും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രപ്പീസിയം തന്നെയാണ് കാണുന്നത്. ഓക്കെ, സി ലുക്ക് അറ്റ് എ ബി സി ഡി. ഇറ്റ്സ് എ ട്രപ്പീസിയം ബിക്കോസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. അങ്ങനത്തെ കേസിൽ നമ്മൾ കണ്ടിരുന്നു ട്രയാങ്കിൾ എ ഇ സി ആൻഡ് ട്രയാങ്കിൾ ബി ഇ ഡി ഹാവ് ദ ഈക്വൽ ഏരിയ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അത് ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് പോർഷനും ഒരേ ഏരിയ ആണെന്ന് എഴുതാം. ഓക്കെ, സിൻസ് the given quadrilateral is a trapezium AB and CD are parallel and so AED, area of triangle AED, that is yellow triangle, is equal to area of triangle CEB, that is red triangle. അതിന്റെ റീസൺ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് ഇവിടെ എഴുതാം. എക്സാമിന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ എങ്ങനെയാണോ ഇത് എത്തിയത് അതും കൂടെ നിങ്ങൾ എഴുതണം. യെല്ലോ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. സോ അത് തന്നെയാണ് റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ. ഗിവൺ ഏരിയ ഓഫ് ട്രയാങ്കിൾ AED, യെല്ലോ ട്രയാങ്കിൾ, is equal to 10 centimeter square. Therefore, area of നമ്മൾ തൊട്ട് മുന്നെയാണ് അത് രണ്ടിനും ഒരേ ഏരിയ ആണെന്ന് എഴുതിയത്.
triangle CEB, that is red triangle, that is also equal to 10 centimeter square. ഇതിന്റെ ഏരിയ എന്ത് തന്നെയാണ് വരിക? 10 centimeter square. നമുക്കിവിടെ ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലൂ ട്രയാങ്കിളിന്റെയും കൂടെ ഏരിയ കിട്ടിയാൽ മാത്രമാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ ട്രപ്പീസിയം 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ആറാമത്തെ ക്വസ്റ്റ്യനകത്ത് ചെയ്തതുപോലെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ഡയഗണൽ മാത്രം കൺസിഡർ ചെയ്യാം. AC എന്ന ഡയഗണൽ കൺസിഡർ ചെയ്യും. ഓക്കെ, AC എന്ന ഡയഗണൽ കൺസിഡർ ചെയ്യുമ്പോൾ AC കൺസിഡർ ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾസ് ആയി ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് മാറ്റാം. അപ്പൊ AC ഡയഗണൽ ആണെങ്കിൽ ട്രയാങ്കിൾ ADC വരും. അതുപോലെ AC ഡയഗണൽ ആണെങ്കിൽ ട്രയാങ്കിൾ ABCയും വരും. ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന മുകളിൽ കാണുന്ന ട്രയാങ്കിളില് യെല്ലോയും ബ്ലൂവും ഉണ്ട്. നമുക്ക് ബ്ലൂവിന്റെ ഏരിയ അറിയില്ല. ABC എടുക്കുമ്പോൾ അവിടെ റെഡും ഗ്രീനും ഉണ്ട്. രണ്ടിന്റെ ഏരിയയും അറിയാം. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആദ്യം ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ ABC ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം, കൺസിഡർ 2 ട്രയാങ്കിൾസ്, triangle ADC and triangle ABC. So first we consider triangle ABC. So in triangle ABC ല് നമുക്ക് കാണാം B എന്ന വേർട്ടെക്സിൽ നിന്നും വരച്ചിരിക്കുന്ന AC-യിലേക്ക് വരച്ചിരിക്കുന്ന ലൈനാണ്. സോ നമുക്ക് എഴുതാം, in triangle ABC a line BE is drawn from B to AC. സോ അങ്ങനെയാണെങ്കിൽ ഈ BE എന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ AE ഈസ് ടു EC ആണ്. സോ therefore AE ഈസ് ടു EC is equal to ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതാണോ അത് തന്നെയാണ് ഏരിയനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എഴുതിയത് AE ആണ്. AE ബോട്ടം സൈഡ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഇവിടെ ഗ്രീൻ ആണ്. സോ ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ ഈസ് ടു പിന്നെ റെഡ്, ഏരിയ ഓഫ് റെഡ്. ഒന്നുകിൽ പേര് കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ കളർ കൊടുത്തിട്ട് എഴുതിയാലും മതി. സോ AE ഈസ് ടു EC നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. AEയുടെ ലെങ്ത് അറിയില്ല, ECയുടെ ലെങ്ത് അറിയില്ല. പക്ഷെ ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ അറിയാം, 20 ആണ്. ഈസ് ടു ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ അറിയാം, 10 ആണ്. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. 20ഉം 10ഉം 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ട് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ AE ഈസ് ടു EC ഈസ് ഈക്വൽ ടു 2:1. ഇത് കിട്ടി. അപ്പൊ ഇവ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തപ്പോഴാണ് AE ഈസ് ടു EC 2:1 കിട്ടിയത്. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ADC the line D, a line DE is drawn from D to AC. സോ നമ്മുടെ റിസൾട്ട് 2 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ AE ഈസ് ടു EC ഇസ് ഈക്വൽ ടു AE വരുന്നത് ഈ യെല്ലോ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. സോ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ ഈസ് ടു ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ. AE ഈസ് ടു EC നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിരുന്നു. അത് 2:1 ആണ് വന്നത്. സോ 2:1 ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ 10 എന്ന് തന്നിട്ടുണ്ട്. 10 ഈസ് ടു ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ അറിയില്ല, അവിടെ ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ എന്ന് തന്നെ എഴുതാം. ഈക്വൽ റേഷ്യോസ് ആണെങ്കിൽ നമുക്കറിയാം അറ്റത്തുള്ള രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, നടുവിലത്തെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 into ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ
ഇസ് ഈക്വൽ ടു നടുവിലത്തത് 1 into 10 10. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ ആണ് കാണേണ്ടത്. അതിന്റെ കൂടെയുള്ള മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ മൾട്ടിപ്ലൈ ചെയ്ത ഒരു നമ്പർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. Therefore, area of blue triangle is equal to 10 by 2. What is 10 by 2? 5. So, blue triangle in the area എന്ന് പറയുന്നത് 5 centimeter square ആണ്. So, blue triangle area നമുക്ക് കിട്ടി 5 centimeter square. ഇനി നമുക്ക് ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്യുമ്പോൾ ട്രപ്പീസിയത്തിന്റെ ഏരിയ. For area of trapezium is equal to ട്രപ്പീസിയത്തിന്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം EBCD. ഈ yellow 10 plus blue 5 plus red 10 plus green 20. 10 plus 5 15, 15 plus 10 25, 25 plus 20 45. 45 centimeter square is the answer. Problem textbook page number 22, question number 9. The picture below shows a trapezium divided into 4 parts by the diagonals. The area of the blue triangle is 4 centimeter square and the area of the green triangle is 9 centimeter square. What is the total area of the trapezium? So trapezium എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്, ഈ 2 ലൈൻസും പാരലൽ ആണ്. സോ നമ്മൾ 7th പ്രോബ്ലത്തിലെ കണ്ടതാണ്. ഈ ലെഫ്റ്റിൽ വരുന്ന യെല്ലോ ട്രയാങ്കിളുടെയും റൈറ്റിൽ വരുന്ന റെഡ് ട്രയാങ്കിളുടെയും ഏരിയ സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആദ്യം തന്നെ പേര് കൊടുക്കാം ABCD. So we can write that since the given quadrilateral is a trapezium, ആ 2 ലൈൻസും പാരലൽ ആണ്, എബിയും സിഡിയും പാരലൽ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും ഈക്വൽ ആയത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 പ്രൂവ് ചെയ്തതുപോലെ. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം ട്രപ്പീസിയം ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ട്രയാങ്കിൾ ഈ നടുവിലത്തെ പോയിന്റ് ഇ എന്ന് കൊടുത്താൽ ട്രയാങ്കിൾ AED is equal to area of red triangle, that is triangle BEC. ആ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ തുല്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അത് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് തരാത്ത സ്ഥിതിക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എപ്പോഴും വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, സോ അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? x സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം. ലെറ്റ് ഏരിയ ഓഫ് യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾസ് ബി x സ്ക്വയർ സെന്റിമീറ്റർ. ഇതും x സെന്റിമീറ്റർ സ്ക്വയർ എടുക്കുന്നു, ഇതും x സെന്റിമീറ്റർ സ്ക്വയർ എടുക്കുന്നു. ഇനി റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇതെന്താണ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ റിസൾട്ട് 2 ആണ് ഉപയോഗിക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ ഈ ട്രപ്പീസിയത്തിൽ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്യുന്നു. AC എന്ന ഡയഗണൽ കൺസിഡർ ചെയ്യുന്നു. AC എന്ന ഡയഗണൽ കൺസിഡർ ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾസ് വരും. ട്രയാങ്കിൾ ADCയും വരും മുകളിൽ, താഴെ വരുമ്പോൾ ട്രയാങ്കിൾ ABCയും വരും. അപ്പൊ ഈ 2 ഇതിൽ ഏത് ട്രയാങ്കിൾ എടുത്താലും 2 ഭാഗത്തെയും ഏരിയ നമുക്ക് അറിയാം. x എന്ന് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യും. ലെറ്റ് us consider triangle ADC. In triangle ADC, DE is drawn from D to AC. So result യൂസ് ചെയ്താൽ AE is to EC എന്ന് പറയുന്നത്, അതായത് ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോക്ക് ഈക്വൽ ആണ്. ഏരിയ ഓഫ്
യെല്ലോ, കാരണം AE എന്ന് പറയുന്നത് യെല്ലോ ട്രയാങ്കിളിന്റെ പോർഷനാണ്. ഏരിയ ഓഫ് യെല്ലോ ഈസ് ടു ഏരിയ ഓഫ് ബ്ലൂ. ഓക്കെ, AE ഈസ് ടു EC എത്രയാണെന്ന് നമുക്കറിയില്ല, അതങ്ങനെ തന്നെ വെക്കാം. What is area of yellow? That is we have taken X. So X is to area of blue 4 എന്ന് തന്നിട്ടുണ്ട്. X is to 4. ഇതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ AE അറിയില്ല, EC അറിയില്ല, Xും അറിയില്ല. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. തൽക്കാലം ഇതിനവിടെ മാറ്റി വെക്കാം, 1 എന്നെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABCയില് BE ആണ് വരച്ചിരിക്കുന്നത് അല്ലെ. മൂന്നാമത്തെ AC നമ്മൾ ബോട്ടം സൈഡായിട്ട് എടുത്താൽ BE ഈസ് ഡ്രോൺ ഫ്രം B to AC. സോ അങ്ങനെയാണെങ്കിലോ ആ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, ദാറ്റ് ഇസ് AE ഈസ് ടു EC is equal to AE വരുന്നത് ഇവിടെ ഗ്രീനിന്റെ ഭാഗത്താണ്. സോ ഏരിയ ഓഫ് ഗ്രീൻ ഈസ് ടു ഇവിടെ രണ്ടാമത്തെ റെഡ് പോർഷൻ ആണ് വരുന്നത്, ഏരിയ ഓഫ് റെഡ്. സോ AE ഈസ് ടു EC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഗ്രീൻ തന്നിട്ടുണ്ട് 9 ആണ്. 9 ഈസ് ടു ഏരിയ ഓഫ് റെഡ് നമ്മൾ X ആണെന്ന് എടുത്തിട്ടുണ്ട്. സോ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. സോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് AE ഈസ് ടു EC ആണ്. സോ രണ്ട് ഇക്വേഷന് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ലേ. സോ വി കൻ റൈറ്റ് ദാറ്റ് ഫ്രം 1 and 2. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ലെഫ്റ്റ് സൈഡ്സ് ഓൾറെഡി ഈക്വൽ ആണ്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ AE ഈസ് ടു EC ആണ്. രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ AE ഈസ് ടു EC ആണ്. സോ അത് രണ്ടും ഇതിന് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണ്ടേ. സോ എങ്ങനെ എഴുതാം? X ഈസ് ടു 4 ഇസ് ഈക്വൽ ടു 9 ഈസ് ടു X. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ രണ്ട് റേഷ്യോ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, X ഇൻറ്റു X ഈക്വൽ ടു 4 ഇൻറ്റു 9 36. സോ ഒരേ നമ്പറിനെ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടേണ്ടത്. ഏത് നമ്പറിനെയാണ് രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുക? 6 അല്ലെ. നമുക്കറിയാം 6 ഇൻറ്റു 6 ആണ് 36. രണ്ടും ഒരേ നമ്പർ. ഇവിടെ അത് രണ്ടും ഒരേ നമ്പർ X തന്നെയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? X ഈക്വൽ ടു 6 ആണ്. ഓക്കെ, X ഇൻറ്റു X എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയോ? Xനെ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ എഴുതുന്നതാണ് X സ്ക്വയർ. സോ X സ്ക്വയർ ഈക്വൽ ടു 6 എന്ന് എഴുതിയാലും X എന്താണ് 36 എന്ന് എഴുതിയാലും X എന്താണ്? 6 സ്ക്വയർ ആണ് 36. 6 സ്ക്വയർ 6 ഇൻറ്റു 6. അപ്പൊ X ഈക്വൽ ടു 6 വരും. ഓക്കെ, സോ Xന്റെ വാല്യൂ നമുക്ക് കിട്ടി. X ഈക്വൽ ടു 6. സോ X നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? യെല്ലോ ട്രയാങ്കിളിന്റെയും റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ ആയിട്ട് നമ്മൾ എടുത്തേക്കാണ് X. ഓക്കെ, therefore area of yellow that is equal to area of red. അത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, രണ്ടും ഈക്വൽ ഏരിയ ആണ്. അത് എത്രയാന്ന് കിട്ടി? X എന്ന് എടുത്തു, Xന്റെ വാല്യൂ കിട്ടി 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതും 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ നമുക്ക് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം. therefore area of trapezium, 4 ട്രയാങ്കിൾസിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഏരിയ ഓഫ് ട്രപ്പീസിയം കാണാൻ അത് ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ യെല്ലോ 6 പ്ലസ് ബ്ലൂ 4 പ്ലസ് ഇവിടെ റെഡ് 6 പ്ലസ് ഗ്രീൻ 9. ആഡ് ചെയ്യാം. 6 പ്ലസ് 4 10, 10 പ്ലസ് 6 16, 16 പ്ലസ് 9 25 സെന്റിമീറ്റർ സ്ക്വയർ.